ഹായ് കൂട്ടുകാരെ, ഒരു പുതിയ വീഡിയോയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് എത്രമാത്രം വിജയിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിൽ തന്നെയും എന്നോട് ഒരു കുട്ടി സഹായം ചോദിച്ചിരുന്നു. ആ കുട്ടി ഹോസ്റ്റലിലാണ് പഠിക്കുന്നത്. ആ കുട്ടിക്ക് ആറ്റിൽ തുണി നനയ്ക്കാനെ കൊണ്ടുപോകണം. അപ്പോൾ ആ തുണി നനയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ ബക്കറ്റും കാര്യങ്ങളും ഒന്നും ആ കുട്ടിക്ക് ഇല്ല കൊണ്ടുപോകാൻ. അപ്പോൾ അത് എങ്ങനെയാണ് തുണി ബക്കറ്റൊന്നും ഇല്ലാതെ തോട്ടി തുണി നനയ്ക്കാൻ കൊണ്ടുപോകുന്നതെന്നും ഒരു വീഡിയോ ഇടണേ എന്നും എന്നോട് ചോദിച്ചിരുന്നു. ഞാൻ ആദ്യം ഓർത്ത് എന്നെ കളിയാക്കാൻ ചോദിക്കുകയാണെന്നും വെച്ച് ഞാൻ ഇന്നൊരു കമൻസിന് മറുപടി ഇട്ടു. എന്താണ് കുട്ടി അങ്ങനെ ചോദിച്ചത് വ്യക്തമായിട്ട് പറയുന്ന ഞാൻ ഉള്ള അർത്ഥത്തിൽ ഞാനൊരു കമൻറ്റ് ഇട്ടിരുന്നു. കമൻറ്റിന് മറുപടി ഇട്ടിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത്. അപ്പോൾ ആ കുട്ടി ഇപ്പോഴേ എനിക്ക് എഴുതിയേക്കുന്നു. ഞാൻ ഹോസ്റ്റലിലാണ് പഠിക്കുന്നത്. ഇപ്പോഴേ തുണികളൊക്കെ ഒരുപാടുണ്ട് നനയ്ക്കാൻ കൊണ്ടുപോകാൻ. അതെങ്ങനെയൊന്ന് കൊണ്ടുപോയി പറ്റിക്കാമെന്ന് അറിയില്ല. അതൊന്ന് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്കും അത്രമാത്രം അറിയത്തില്ല. കാരണം പണ്ട് എൻ്റെ അമ്മയൊക്കെ ഈ തൊട്ടിയും കാര്യങ്ങളും ഒന്നും നമ്മുടെ വീട്ടിൽ അധികം ഇല്ലല്ലോ. അപ്പോൾ ബക്കറ്റൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് അമ്മയൊക്കെ അന്ന് കൊണ്ടുപോയിരുന്നത് ഒരു ചെറിയൊരു ഓർമ്മയുണ്ട്. ആ ഓർമ്മ പ്രകാരം ഞാൻ കാണിക്കാൻ ശ്രമിക്കാം. എത്രമാത്രം വിജയിക്കുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം അതിനായിട്ട് എന്താണ് എടുക്കുന്നത്? ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് എടുക്കാം, അല്ലെങ്കിൽ കൈലിയോ വല്ലതും എടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് ഒരു കൈലിയാണ്. എൻ്റെ തുണികളെല്ലാം നനച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ കുറച്ച് തുണി കൊണ്ട് നനയ്ക്കാൻ. പക്ഷേ അത് മഴയായതുകൊണ്ട് എനിക്ക് നനയ്ക്കാൻ ഇന്ന് സാധിക്കില്ല. എങ്കിലും ആ കുട്ടിക്ക് വേണ്ടി ഞാൻ കാണിക്കുകയാണ്. ഇതുപോലൊരു കൈലി എടുക്കുക. ഇനിയും നമുക്ക് കാണാം എങ്ങനെയാണെന്ന്. എനിക്കറിയാവുന്ന തരത്തിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ പറഞ്ഞു തരുന്നതിൽ തെറ്റുണ്ടോ എന്ന് അറിയത്തില്ല. എങ്കിലും ആറ്റിലോ തോട്ടിലോ എങ്ങനെയെങ്കിലും കൊണ്ടൊപ്പിച്ച് എടുക്കാം. അതുപോലെ തന്നെ വീണ്ടും അത് പിഴിഞ്ഞ് എടുത്ത ശേഷം അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതേമാതിരി തുണിയൊന്ന് വിരിച്ചിടുക, അതായത് ബെഡ്ഷീറ്റോ കൈലിയോ. ഇനിയും നമുക്ക് നനയ്ക്കാൻ ആവശ്യമുള്ള തുണികളെല്ലാം വാരി ഇതിൻ്റെ നടുക്കായിട്ട് വയ്ക്കാം. ഇതാ ഞാനിവിടെ തുണി വിരിച്ചിട്ടിട്ടുണ്ട്. ഇനിയും നമുക്ക് തുണികളൊക്കെ ഓരോന്ന് പറക്കി ഇതിൻ്റെ നടുക്കായിട്ട് ഇടാം. അപ്പം തുണികളുള്ളതെല്ലാം നമുക്ക് പറക്കി ഇതിൻ്റെ നടുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എത്ര തുണി ഉണ്ടെങ്കിലും ഇങ്ങനെ നടുക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ മൂലയെന്ന് മൂലയോട്ട് എതിർ സൈഡിലെ മൂലയിലോട്ട് എടുക്കുക. എന്നിട്ട് കെട്ടിടുക. മുറുക്കി കെട്ടിക്കൊടുക്കുക. കണ്ടോ? നമുക്ക് സോപ്പ് പൊടിയും സോപ്പും ബ്രഷും എല്ലാം ഇതിൻ്റെ അകത്തിട്ട് വെച്ച് കെട്ടാം. കെട്ടിയിട്ട് ഈ സൈഡിലൂടെ, അപ്പം ഈ സൈഡിലൂടെ ആദ്യത്തെ മുറുക്കി കെട്ടിയല്ലോ, അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഇത് കെട്ടിക്കൊടുക്കാം. അപ്പോൾ തോളത്തിടണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഇതൊന്ന് ഇവിടെ ഒന്ന് കെട്ടിയിട്ട് തോളത്തിടണമെങ്കിൽ ഇതുപോലെ കെട്ടാം. കണ്ടോ? കണ്ടില്ലേ എങ്ങനെ കെട്ടിയെന്ന്?
ഇനി നമുക്ക് തോളത്തിട്ടുകൊണ്ട് തുണി തൊട്ടിക്കൊണ്ടുപോകാം. അപ്പം ഇതിൻ്റെ അകത്തുനിന്നൊന്നും പോകത്തില്ല. മുറുക്കി കെട്ടണം കേട്ടോ, മുറുക്കി കെട്ടുക. അപ്പോഴേ ഇനി തോളത്തിട്ടുകൊണ്ട് നമുക്ക് തുണി നനയ്ക്കാൻ പോകാം. അത് ഞാൻ കാണിച്ചു തരാം. തോളത്തിട്ടുണ്ടോ തലയിലോ വയ്ക്കാം. അപ്പോഴേ നമ്മുടെ തുണിക്കെട്ട് ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കിതെടുത്ത് തോളത്ത് വെടയിൽ ഇടാം. ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാം. അതുപോലെ തന്നെ ഇത് തലയിൽ വെച്ചുകൊണ്ടും നമുക്ക് നനയ്ക്കാൻ പോകാം. ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ടും നനയ്ക്കാൻ പോകാം. കണ്ടല്ലോ, തലയിൽ വെച്ചുകൊണ്ടും പോകാം, തോളത്തിട്ടുകൊണ്ടും പോകാം, അഥവാ ഇങ്ങനെ വേണേലും ഇട്ടുകൊണ്ട് പോകാം. ഇപ്പം ബക്കറ്റിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. കണ്ടല്ലോ, ഇപ്പം മനസ്സിലായല്ലോ. ഇതാ കണ്ടോ, മനസ്സിലായോ? മഴയാണ് മോനെ, ഇവിടെ ഭയങ്കര മഴയാണ്. അതുകൊണ്ട് ചേച്ചിക്ക് നല്ലപോലെ കാണിക്കാൻ പറ്റത്തില്ല വീഡിയോ. ഇങ്ങനെ തലയിൽ വെച്ചെടുത്തിട്ട് നമുക്കിങ്ങനെ കൊണ്ടുപോകാം തുണി നനയ്ക്കാനായിട്ട്. അല്ല എങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ ബാഗ് പോലെ തോളത്ത് തൂക്കിയിടാം, ഇട്ടുകൊണ്ട് പോകാം. അല്ലെങ്കിൽ ഇങ്ങനെ പുറത്ത് തന്നെ ഇട്ടുകൊണ്ട് പോകാം, പുറത്ത് തന്നെ ഇട്ടുകൊണ്ട് പോകാം. ഇതിൻ്റെ അകത്ത് സോപ്പും ബ്രഷും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഇടാം. അപ്പം മനസ്സിലായല്ലോ, പരിഭവം മാറിയല്ലോ എങ്ങനെയാ തുണി കൊണ്ടുപോകുന്നതെന്ന്. അപ്പോഴേ ഇത്രയേ ഉള്ളൂ. പണ്ട് കാലത്തൊക്കെ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു തുണി തോട്ടി നനയ്ക്കാൻ കൊണ്ടുപോയിരുന്നത്. മനസ്സിലായല്ലോ, പരിഭവം മാറിയല്ലോ. അപ്പം വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം മോന് വേണ്ടി. ഇപ്പോഴേ ഈ വീഡിയോയിൽ ഒരുപാട് തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക. ഇങ്ങനെ തുണി കൊണ്ടുപോകാം. പിന്നെ അറിയാവുന്ന രീതിയിൽ ചേച്ചി കാണിച്ചേക്കുന്നേ കേട്ടോ മോനെ. അപ്പോഴേ ഇതുപോലെ ചെയ്യുക. ഇപ്പോഴും ഞാൻ ഇത് ഞാനോർത്ത് മോൻ കളിയാക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടും ഇടാൻ മടിച്ചിരുന്നത്. ഇന്ന് എനിക്ക് മനസ്സിലായി മോൻ കളിയാക്കുകയല്ല, കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന്. മോന് വേണ്ടി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പോഴേ ഇങ്ങനെ കൊണ്ടുപോയി തുണി നനയ്ക്കുക. അതുപോലെ തന്നെ പിഴിഞ്ഞെടുത്ത ശേഷവും ഇതുപോലെ കൊണ്ടുവന്ന് ഇതുപോലെ ആ ബെഡ്ഷീറ്റിലോ കൈലിയിലോ ഇതുപോലെ കെട്ടിക്കൊണ്ട് വന്നാൽ മതി. അപ്പോൾ വിരിച്ച് വേണേലും ഉണങ്ങിയ ശേഷം വേണേലും ഇങ്ങനെ മടക്കി കൊണ്ടുവരാം. പിന്നെ ഹോസ്റ്റലിൽ താമസിക്കായതുകൊണ്ട് തുണികളൊക്കെ നിരത്തിയിടാനും ഒന്നും പറ്റത്തില്ലല്ലോ. ഇപ്പോൾ സൗകര്യക്കുറവുണ്ടെങ്കിൽ തുണിയെല്ലാം ഉണങ്ങിയ ശേഷം എല്ലാം നന്നായി മടക്കി ഇതുപോലൊരു തുണിക്കകത്ത് മുറുക്കി കെട്ടി ഒരിടത്ത് വെച്ചാലും അത് അങ്ങനെ ഇരിക്കും. അപ്പോഴേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മോന് വേണ്ടി ഇത് ഞാൻ സമർപ്പിക്കുന്നു കേട്ടോ സൽമാൻ.